ഹായ്, വെൽക്കം ബാക്ക് ടു ടെൻ ട്രില്യൺ. ടെൻ ട്രില്യന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഡിസംബർ 9 നടന്നിട്ടുള്ള കേരള NMMS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 9 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പരീക്ഷയായിട്ടുള്ള NMMS പരീക്ഷയുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും വീഡിയോ ക്ലാസ്സുകളൊക്കെ ടെൻ ട്രില്യണിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ധാരാളം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ളതായിരുന്നു എന്നായിരുന്നു റിസൾട്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര ആയിരിക്കും, ഇതുമായി സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, NMMSുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ, ലാസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ്, ഒഫീഷ്യൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു. പ്രൊവിഷണൽ ആൻസർക്കും അതിലെ എറർ, നമുക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അതിന്റെ ഫോമുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് സമർപ്പിച്ചു. അത് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ദെൻ ഒഫീഷ്യൽ ആൻസർ കീ, അതായത് ഫൈനൽ ആൻസർ കീ വരുന്നതാണ്. അടുത്ത ആഴ്ച തന്നെ, ഒരു നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഫൈനൽ ആൻസർ കീ. 2024 NMMS പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ nmmc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലും ഈ ഫൈനൽ ആൻസർ കീ അവൈലബിൾ ആവും. അവൈലബിൾ ആവുന്ന സമയത്ത് ടെൻ ട്രില്യൺ നിങ്ങളെ അറിയിക്കുന്നതാണ്. ടെൻ ട്രില്യന്റെ യൂട്യൂബ് ചാനലും മറ്റുള്ള സോഷ്യൽ മീഡിയാസിലും നമ്മൾ ആൻസർ കീ വന്നതിനെ കുറിച്ചുള്ള വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ആനുവൽ എക്സാമുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ദെൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏപ്രിൽ ലാസ്റ്റോ അല്ലെങ്കിൽ മെയ് 1 ഒക്കെ ആയിട്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് നേരത്തെ ആയിട്ട് ഈ വർഷം NMMS പരീക്ഷയുടെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ പകുതിക്ക് മുമ്പായിട്ട്, സെക്കൻഡ് വീക്കോട് റിസൾട്ട് വരുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അത് അറിഞ്ഞാലേ നമുക്ക് NMMSന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. കട്ട് ഓഫുമായിട്ടുള്ള ഒരു അന്തിമ തീരുമാനം നമുക്ക് ഒരു ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷമാണ് എത്രയായിരിക്കും ഈ വർഷത്തെ കട്ട് ഓഫ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്, എത്ര ചോദ്യങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് കട്ട് ഓഫിൽ ഒരു ഫൈനൽ ഒരു പ്രഡിക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ സാറ്റിലും അതുപോലെ തന്നെ മാറ്റിലും ധാരാളം ക്വസ്റ്റ്യൻസ്, അതായത് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എറർ ആയിട്ട് ചുളി കാണിച്ചിട്ടുണ്ട്. അത് ഓരോരോ ആൾക്കാർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അത്തരത്തിലുള്ള എറർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒഴിവാക്കും. ദെൻ അതിനനുസരിച്ചുള്ള ഒരു ഫൈനൽ സ്കോർ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ കീ നെക്സ്റ്റ് വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം ഒരു ഫൈനൽ ആയിട്ടുള്ള കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ NMMSുമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.